ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികളിലൊന്നും ഏറ്റവും മികച്ച എയർലൈൻ കമ്പനികളിലൊന്നുമായിട്ടുള്ള എമിറേറ്റ്സ് എയർലൈനിലേക്ക് ഒരുപാടധികം പുതിയ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ ഒരു എയർലൈൻ കമ്പനിയെക്കുറിച്ച് ഞാൻ പറയാം. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന, ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനികളിൽ ഒന്നാണ്, ഏറ്റവും മികച്ച എയർലൈൻ കമ്പനികളിൽ ഒന്നാണ് എമിറേറ്റ്സ് എയർലൈൻസ്. 2022 സ്കൈ ട്രാക്സ് വേൾഡ് എയർലൈൻ അവാർഡും 2022 തന്നെ ദ അപെക്സ് ഒഫീഷ്യൽ എയർലൈൻ റേറ്റിംഗ് അവാർഡും കരസ്ഥമാക്കിയ കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. അതേപോലെ തന്നെ ഏകദേശം 60,000 മുകളിൽ എംപ്ലോയീസ് ആണ് ഈ ഒരു കമ്പനിയിൽ ഉള്ളത്. അതിൽ 23,000 ഫീമെയിൽ എംപ്ലോയീസുമുണ്ട്. 170-ലധികം രാജ്യങ്ങളിലുള്ള ആളുകളും ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ ഒരുപാടധികം ബെനിഫിറ്റുകളുണ്ട്. ക്യാഷ് ബെനിഫിറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ്, കോൺസെഷണൽ ട്രാവൽ, എമിറേറ്റ്സ് പ്ലാറ്റിനം കാർഡ്, ട്രാവൽ ഡിസ്കൗണ്ട്, ആനുവൽ ലീവ്, സർവീസ് ഇൻഡ് ചെയ്യുന്ന സമയത്ത്, സർവീസ് അവസാനിക്കുന്ന സമയത്തുള്ള ബെനിഫിറ്റ്, അങ്ങനെ ഒരുപാടധികം ബെനിഫിറ്റുകൾ നൽകുന്ന ഒരു കമ്പനിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നാണ് എമിറേറ്റ്സ് എയർലൈൻസ്. അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്കാണ് നമുക്ക് ഇപ്പോൾ ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഒരുപാടധികം വേക്കൻസികളുണ്ട്. നമുക്ക് നോക്കാം വിശദമായിട്ട് തന്നെ എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളത്, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ഇതുപോലെയുള്ള കൂടുതൽ ജോലി ഒഴിവുകൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് എന്നതാണ്. ആദ്യത്തെ വേക്കൻസി സീനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ്. രണ്ടാമത് എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, വർക്ക്ഷോപ്പ് ടെക്നീഷ്യൻ, എയർപോർട്ട് സർവീസ് റാമ്പ് ഓഫീസർ, പ്രൊക്യൂർമെന്റ് മാനേജർ, സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, നാഷണൽ ഡെവലപ്മെന്റ് മാനേജർ, ഡിജിറ്റൽ എക്സ്പീരിയൻസ് സ്പെഷ്യലിസ്റ്റ്, സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, എയർപോർട്ട് സർവീസ് ഏജന്റ്, HR മാനേജർ, ജനറൽ മാനേജർ, HR ബിസിനസ് പാർട്ണർ, സെയിൽസ് മാനേജർ, പ്രൊഡക്റ്റ് മാനേജർ, സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്, അസിസ്റ്റന്റ് നേഴ്സ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, പ്രൈസിംഗ് എക്സിക്യൂട്ടീവ്, മെയിൻ്റനൻസ് കൺട്രോൾ ഡ്യൂട്ടി എഞ്ചിനീയർ, സെക്യൂരിറ്റി അഷുറൻസ് കോർഡിനേറ്റർ, റിക്രൂട്ട്മെന്റ് പാർട്ണർ, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, മാർക്കറ്റിംഗ് അനലിറ്റിക്സ് മാനേജർ, എഞ്ചിനീയർ ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ്, ട്രെയിനിംഗ് സ്പെഷ്യലിസ്റ്റ്, കസ്റ്റമർ സെയിൽസ് ആൻഡ് സർവീസ് ടീം ലീഡർ, സീനിയർ ടിക്കറ്റ് ഡെസ്ക് ഏജന്റ്, എയർപോർട്ട് സർവീസ് മാനേജർ, എയർപോർട്ട് സർവീസ് ഏജന്റ്, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, സെയിൽസ് മാനേജർ, ജൂനിയർ അക്കൗണ്ടന്റ്, ഇ-കൊമേഴ്സ് മാനേജർ, കാർഗോ ഓഫീസർ, സൂപ്പർവൈസർ എയർപോർട്ട് സർവീസ്, ബിസിനസ് സപ്പോർട്ട് ഓഫീസർ, ലീഡ് എയർക്രാഫ്റ്റ് മെക്കാനിക്, കാർഗോ സെയിൽസ് മാനേജർ, കാർഗോ സൂപ്പർവൈസർ, കാർഗോ അസിസ്റ്റന്റ്, സീനിയർ ലീഗൽ എക്സിക്യൂട്ടീവ്, സീനിയർ സെക്യൂരിറ്റി വാർഡൻ, എക്സിക്യൂട്ടീവ് സെക്രട്ടറി, ഫിനാൻസ് ഓഫീസർ, ഫിനാൻസ് മാനേജർ, മെക്കാനിക്, എയർപോർട്ട് സർവീസ് അഡ്മിൻ സൂപ്പർവൈസർ, മാർക്കറ്റിംഗ് ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ്, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, സെക്യൂരിറ്റി കോർഡിനേറ്റർ. ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നിലവിൽ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് ജോലി ഒഴിവുകളായിട്ട് വന്നിട്ടുള്ളത്. ഇത്രയും വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയർലൈൻ കമ്പനിയാണെങ്കിൽ പോലും UAEയിലേക്ക് മാത്രമല്ല ജോലിക്കാരെ ആവശ്യമുള്ളത്. UAE, ഇന്ത്യ, ഹോങ്കോങ്, UK, ഓസ്ട്രേലിയ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലേക്ക് വേക്കൻസികളുണ്ട്. ഏകദേശം 10ഓളം രാജ്യങ്ങളിലേക്കാണ് നിലവിൽ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് ജോലിക്കാരെ ആവശ്യമുള്ളത്. ഒരുപാടധികം വേക്കൻസികളുണ്ട്. എല്ലാ വേക്കൻസികളിലേക്കും തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ, ഫ്രഷേഴ്സിനെ പരിഗണിക്കുന്നില്ല. ഇനി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നേരെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കോളൂ. അവിടെ നമ്മളൊരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അവിടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വേക്കൻസി ഏതാണോ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് എല്ലാം, ജോബ് പർപ്പസ്, അതേപോലെ തന്നെ അതിൽ ആ റോളിലേക്ക് വേണ്ടിയുള്ള യോഗ്യത കാര്യങ്ങൾ, ക്വാളിഫിക്കേഷന്, എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ വേക്കൻസി, ഏജ് ലിമിറ്റ് എത്രയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കുറിപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ്. അവിടെ നിങ്ങൾ അതെല്ലാം വായിച്ചു നോക്കിയ ശേഷം അതിലേക്ക് നിങ്ങൾ ആപ്റ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് അതിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ അതിലേക്ക് യോഗ്യനാണെങ്കിൽ താഴെ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണുന്നതാണ്. ആ ഒരു അപ്ലൈ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതിന് മുന്നേ എമിറേറ്റ്സിലേക്ക് അപേക്ഷിച്ചവരാണെങ്കിൽ അവർക്ക് അവരുടെ അക്കൗണ്ട് സ്വാഭാവികമായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ആദ്യമായിട്ടാണ് എമിറേറ്റ്സിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ന്യൂ യൂസർ എന്നൊരു ഓപ്ഷൻ അവിടെ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ
പേര്, യൂസർ നെയിം, പാസ്വേഡ്, റീ എൻ്റർ പാസ്വേഡ് കാര്യങ്ങളെല്ലാം കൊടുത്ത ശേഷം രജിസ്റ്റർ ചെയ്യുക. ശേഷം അവിടെ ഒരു ഫോം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ആ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. അവിടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ ഏത് രാജ്യക്കാരനാണ്, എന്താണ് ക്വാളിഫിക്കേഷൻ, എന്താണ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ പ്രായം, പാസ്പോർട്ട് നമ്പർ, അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഏത് പൊസിഷനിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്, അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്യുക. ഭയങ്കര ശ്രദ്ധയോടെ നിങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ശേഷം നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. മികച്ചൊരു CV തന്നെ ആയിരിക്കണം. പരമാവധി ATS ഫ്രണ്ട്ലി CV തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ATS ഫ്രണ്ട്ലി CV ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു മികച്ച ATS ഫ്രണ്ട്ലി CV നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ATS ഫ്രണ്ട്ലി CV നെ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ശേഷം താഴെ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. ആ ഒരു സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ എമിറേറ്റ്സിൻ്റെ കമ്പനിയിലേക്ക് അല്ലെങ്കിൽ എമിറേറ്റ്സിലേക്ക് പോകുന്നതായിരിക്കും. ഡോക്യുമെൻറ്റ് സെലക്ഷനിൽ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് നാട്ടിൽ തന്നെ, ഇവിടെ ഇന്ത്യയിൽ തന്നെ മറ്റൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അതിൽ ശേഷമായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാവുക. എവിടേക്കാണ് പോസ്റ്റ് കാര്യങ്ങളെല്ലാം അതിനുശേഷമായിരിക്കും അറിയിക്കുക. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഈ ഒരു അവസരം പാഴാക്കേണ്ട. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് എയർലൈൻ കമ്പനിയാണ് എമിറേറ്റ്സ് എയർലൈൻസ്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു. അങ്ങനെ ഒരുപാടധികം മെച്ചമുള്ള അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റുകൾ കിട്ടുന്ന ഒരു കമ്പനിയാണ്. ജീവിതം സെറ്റ് ആവാൻ ഇത് മാത്രം മതി. അപ്പോൾ ഈ ഒരു അവസരം താല്പര്യമുള്ളവർ, യോഗ്യതയുള്ളവർ പാഴാക്കരുത്.